കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവൈരലി പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 22 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഇസ്രായേൽ ജനം എനിക്ക് സമർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളെ ആദരപൂർവ്വം സമീപിക്കുകയും അങ്ങനെ എൻ്റെ പരിശുദ്ധ നാമത്തെ അശുദ്ധമാക്കാതിരിക്കുകയും ചെയ്യുവിനെന്ന് അഹറോനോടും സന്തതികളോടും പറയുക. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ സന്തതി പരമ്പരകളിൽ ആരെങ്കിലും അശുദ്ധനായിരിക്കെ ഇസ്രായേൽക്കാർ കർത്താവിന് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവൻ എൻ്റെ സന്നിധിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. പ്രിയമുള്ളവരെ, ബലിവസ്തു ഭോജനത്തെ പറ്റിയുള്ള ചില സൂചനകളാണ് കർത്താവ് മോശ വഴി നൽകുന്നത്. ഇസ്രായേൽ ജനം സമർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളെ ആദരപൂർവ്വം സമീപിക്കുകയും അങ്ങനെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് അഹ്റോനോടും സന്തതികളോടും പറയുകയാണ്. അപ്പോൾ ദൈവത്തെ, പ്രത്യേകിച്ച് പരിശുദ്ധനായ അതുല്യനായ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം കർത്താവിന് സമർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളും ആ വസ്തുക്കളെ നാം ആദരവോടുകൂടി സമീപിക്കുന്നതുമാണ്. അപ്പോൾ ദൈവീകമായ ആരാധന, അതിനുപയോഗിക്കുന്ന സമർപ്പണങ്ങൾ അതെല്ലാം ദൈവസന്നിധിയിൽ വിലയേറിയതാണെന്നും അതിലൂടെ ഒരു വ്യക്തിയെ തന്നെ നിർണയിക്കുന്ന ദൈവത്തിൻ്റെ ആ പരിശുദ്ധ നാമത്തെയാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബലിപീഠത്തെയും ബലിപീഠത്തിൽ അർപ്പിക്കുന്ന വസ്തു, അതായത് കർത്താവിൻ്റെ ശരീരവും, പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും, അതിനെ ഏറ്റവും ബഹുമാനത്തോടും ആദരവോടും കൂടി കൈകാര്യം ചെയ്യുമ്പോൾ ആ വ്യക്തി ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെയാണ് മഹത്വപ്പെടുത്തുന്നതെന്ന് വചനം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ബലിവസ്തുക്കളെ ആദരിക്കുന്നത് ആ ബലിയുടെ ഉടയവനായ ദൈവത്തെ ആരാധിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും തുല്യമാണ്. അതുകൊണ്ട് സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസം ബലിവസ്തു തന്നെയാണ് ബലിയർപ്പിക്കുന്നവനും എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ ബലിയർപ്പകനായ ക്രിസ്തു തന്നെയാണ് ബലിവസ്തു. ആ ബലിവസ്തുവായ ക്രിസ്തു തന്നെയാണ് ബലിയർപ്പിക്കുന്നതും. അപ്പോൾ പരസ്പര ബന്ധിതമാണ് ഒരു ബലിയർപ്പകനും ബലിവസ്തുവും തമ്മിലുള്ള ബന്ധം. നാം നമ്മുടെ ജീവിതത്തെ തന്നെയാണ് കർത്താവിൻ്റെ ബലിയർപ്പിക്കുന്നത്. അങ്ങനെയാണ് കർത്താവിൻ്റെ ആ പരിശുദ്ധ നാമത്തെ നാം പ്രകീർത്തിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇനി മറിച്ച് ആരെങ്കിലും അശുദ്ധനായിരിക്കെ കർത്താവിന് സമർപ്പിച്ച വിശുദ്ധമായ വസ്തുക്കളെ സമീപിച്ചാൽ അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ വിച്ഛേദിക്കപ്പെടുമെന്നും വചനം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് രണ്ട് സാധ്യതകളാണ് ഈ പരിശുദ്ധമായ കാര്യത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഒന്ന്, ആ വചനത്തെയും അല്ലെങ്കിൽ ആ വ്യക്തിയെയും, ദൈവമെന്ന ആ വ്യക്തിയെയും ദൈവത്തിന് നാം അർപ്പിക്കുന്ന കാഴ്ചകളെയും ബഹുമാനത്തോടും ആദരവോടും കൂടി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തത്, ദൈവനാമത്തെ ദുഷിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നത്. കർത്താവിൻ്റെ അപ്പം, ആ പരിശുദ്ധ കുർബാന, ബലിവസ്തു നാം സ്വീകരിക്കുമ്പോൾ കർത്താവിനെ തന്നെ നാം നമ്മുടെ ഹൃദയത്തിൽ എത്തിക്കുകയും ദൈവത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് വളരുവാൻ നമ്മെ സഹായിക്കുന്ന, ആ ദൈവീകതയിലേക്ക് നമ്മെ ഉയർത്തുന്ന ആ ഒരു അദൃശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നാം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബലിവസ്തു ദൈവം തന്നെയാണ് എന്ന് നാം ഓർത്തിരിക്കണം. ആ ഒരു അംഗീകാരവും ആദരവും കൊടുക്കുവാനായിട്ടും അത് പകർന്നു കൊടുക്കുവാനായിട്ടും നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ചു.